Fine crafted traditional collections. Siren 3 by Chungat Jewelry. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി നഗരത്തിൽ ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ വ്യാപകമായ ആശങ്ക. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നഗരസഭാ കൌൺസിലർ വിൽസൺ മുണ്ടാടനെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. കൌൺസിലർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ നഗരസഭാ കൌൺസിൽ യോഗം പ്രതിഷേധിച്ചു. അങ്കമാലി ഓൾഡ് മാർക്കറ്റ് റോഡിൽ നഗരസഭാ കാര്യാലയത്തിന്റെ ഗേറ്റിന് സമീപമുള്ള ലോഡ്ജിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ആക്രമണമുണ്ടായത്. ലോഡ്ജിന്റെ മേൽനോട്ടം വഹിക്കുന്ന നഗരസഭാ കൌൺസിലർ കൂടിയായ വിൽസൺ മുണ്ടാടനെയാണ് 2 പേരടങ്ങുന്ന സംഘം ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വിൽസനെ ആദ്യം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. ഈ സംഭവം നടന്ന് ഉടൻ തന്നെ നഗരത്തിൽ മറ്റൊരിടത്തും 2 പേർക്കു നേരെ ആക്രമണമുണ്ടായി. ഇത് വണ്ടിയിൽ എടുത്തു വെക്കും. ഞാൻ അവിടെ കിടന്നു എടുത്തു വെക്കാം. നഗരസഭാ കാര്യാലയത്തിനോട് ചേർന്നു തന്നെ കൌൺസിലറെ ആക്രമിച്ച സംഭവത്തിൽ കൌൺസിൽ യോഗം പ്രതിഷേധിച്ചു. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ മുനിസിപ്പൽ ഓഫീസിന്റെ മൂക്കിന് താഴെ വെച്ച് അദ്ദേഹത്തിന് നടന്ന അതിക്രമം എന്തുകൊണ്ടും അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞ പോലെ നമ്മുടെ മാർക്കറ്റിന്റെ പരിസരം കഞ്ചാവ് കച്ചവടവും കള്ളുകച്ചവടവുമായിട്ട് സ്വസ്ഥമായിട്ട് ഒരാൾ മുടിതിരി നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. നമ്മൾ വളരെ കാലം മുമ്പ് തന്നെ കണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ കുറച്ചു നാളത്തേക്കെങ്കിലും ഗേറ്റ് അടച്ചു പിന്നീട് തുറന്നു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശം ഏതാണ്ട് ഹിന്ദിക്കാരുടെ താവളമായിട്ട് തന്നെ മാറിയെന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഒരു മലയാളിയായിട്ടുള്ള ഒരാൾക്ക് അവിടെ പോയിട്ട് സ്വതന്ത്രമായിട്ട് ഒരു വ്യാപാര സ്ഥാപനത്തിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി മടങ്ങിപ്പോകാൻ ചോദ്യമായിട്ട് പോരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഒരു കാരണവശാലും രാത്രികാലങ്ങൾ പറയേണ്ട പല സമയത്തോടും സൗകര്യമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മുൻപേ സൂചിപ്പിച്ചത്. അപ്പൊ അത്തരം കാര്യങ്ങളില് പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർമാനായ പ്രത്യേക താല്പര്യമെടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കൗൺസിലർമാരും ഇവിടെ പത്രമാധ്യമ സുഹൃത്തുക്കളുണ്ട്. അവരുടെ ഒരു ഭാഗം നമുക്ക് ഇതിനായിട്ട് ഉപകാരപ്രദമാക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്.
ഓൾഡ് മാർക്കറ്റ് റോഡിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങളും നിരോധിത മയക്കുമരുന്നുകളും വിൽപ്പന നടത്തുന്ന മാഫിയ സംഘം തമ്പടിച്ചിരിക്കുകയാണെന്ന് കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി. അത് നമ്മൾ ഏത് തരത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ട കൗൺസിലർക്ക് നേരെ ഉണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതിനേക്കാളും വലിയ നമ്മൾ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ അങ്കമാലിയിൽ ഇത്തരത്തിലുള്ള ഗുണ്ട ആക്ടിവിറ്റീസ് നടത്താൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അത് ആരുടെ ഭാഗത്തുനിന്നായാലും അതിന് ശക്തമായ പ്രതിഷേധം അങ്കമാലി നഗരസഭാ കൗൺസിൽ എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ രേഖപ്പെടുത്തണം. നമ്മൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് അതിന്റെ ഇടപെടാൻ പറ്റുമോ അത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള യാതൊരു ആക്ടിവിറ്റി നമ്മുടെ ഈ പ്രദേശത്ത്, പട്ടണ പ്രദേശത്ത് ഉണ്ടാകാനായിട്ട് പാടില്ല. മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകാമോ എന്ന് ചോദിച്ചാൽ പാടില്ലാത്തതാണ് തീർച്ചയായിട്ടും. നമുക്കിപ്പോ നമ്മുടെ കാര്യങ്ങളെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ചെയർ അടിയന്തരമായി ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം. തീർച്ചയായിട്ടും ഇത്തരം കാര്യത്തിലൊരു തീരുമാനം എന്താണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ച ചെയർമാന്റെ മനസ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളിൽ ഒരുവനാണ് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടന്ന പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസ് അന്വേഷിക്കട്ടെ. അതിലും നമുക്ക് അഭിപ്രായമില്ല. നമ്മൾ ഒരു കുറ്റക്കാരെയും സംരക്ഷിക്കാനായിട്ട് നമ്മൾ പറയില്ല. പക്ഷെ അകാരണമായി ഒരാളെ കൂട്ടം കൂടി വന്ന് ആക്രമിക്കുക, കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്ന രീതി നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല. അതിക്രമങ്ങൾ നമ്മുടെ ഇതിന്റെ അടുത്തേക്ക് ഒരാളില്ല. അവിടെ കഞ്ചാവും മയക്കുമരുന്നും വിൽക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറി. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8:55 ഞാൻ അവിടെ പോകും. മിക്കവാറും സമയത്ത് ഞാൻ സ്വഭാവമാണ് ഈ പുസ്തകം ഉണ്ടാവാറുണ്ട്. ഇതിന്റെ പുറവശത്ത് ഒരു സ്ത്രീ വെള്ള കോമ്പാലിക്കുണ്ട്. നടന്നു പോകാൻ പറ്റില്ല. അതീവ ഗുരുതരമായിട്ട് പ്രശ്നമാണ്. കഞ്ചാവും മയക്കുമരുന്നും അല്ലെങ്കിൽ പാൻപരാഗ് പോലുള്ള സാധനങ്ങൾ പരസ്യമായിട്ട് വിൽപ്പനയാണ്. അപ്പൊ അതിൽ ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോടും ബന്ധപ്പെട്ട ചെയർമാൻ നഗരസഭ കൗൺസിലിന്റെ വികാരം കൂടുതൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് സംഭവിക്കാൻ നോക്കുകയാണ്. മാർക്കറ്റ് റോഡിലെ ചില കച്ചവട സ്ഥാപനങ്ങളിൽ ലഹരിമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടം അന്യസംസ്ഥാനക്കാരുടെ വിഹാര കേന്ദ്രമാകും. പകൽ സമയത്ത് പോലും സ്ത്രീകൾക്ക് ഇതുവഴി നടന്നുപോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നതായും കൌൺസിലർമാർ പറയുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് നമ്മുടെ ആ പ്രദേശം മുഴുവനും ഒരു സാമൂഹിക താഴ്വാറായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ പ്രശ്നങ്ങൾ അതിന് മുമ്പ് അക്ഷരമായ സംഭവം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ നമ്മൾ വീട്ടിൽ നമ്മൾ തുറന്നു കൊടുക്കും. രാത്രി കാലങ്ങളിലും പകലും രാത്രി 10 മണി കഴിഞ്ഞൊന്നും അമ്പന്റെ കാര്യമില്ല. അപ്പൊ അതിന് നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയണമെന്ന്. രണ്ടാമത് ഈ കഴിഞ്ഞ ദിവസം 2 തമിഴന്മാരെ 520 വീതമുള്ള ചെറിയ കാര്യം കഞ്ചാവ് 500 അവർക്ക്. അപ്പൊ അത് എവിടെ മേടിച്ചത് വെച്ച് തന്നെ കാണാൻ കയറുന്നു. മൊബൈൽ പറയുന്ന കഞ്ചാവ് കിട്ടും. അപ്പൊ അത് എന്റെ 2 പണിക്കാരന് ഞാനിത് അവരുടെ ബാഗ് പരിശോധിച്ച് കിട്ടി. ഞാൻ നേരെ മുമ്പിലെ കഴിയുന്നു. ഞാൻ അവിടെ നിന്ന് പറയാൻ പോയി നമുക്ക് പറഞ്ഞു. അത് ഈ പറഞ്ഞ തന്നെ ആ ബിൽഡിങ്ങുമായിട്ടുള്ള കാര്യം അനധികൃതമായിട്ടുള്ള ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ബിൽഡിങ് ഈ ബിൽഡിങ്ങിലുള്ള ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ എതിരെ ഭാഗത്തുനിന്ന് ആ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരു പരിശോധന ഉണ്ടാവും. അക്രമ സംഭവത്തിൽ നഗരസഭാ കൌൺസിൽ യോഗം ശക്തിയായ പ്രതിഷേധമറിയിക്കുന്നതായി ചെയർമാൻ മാത്യു തോമസ് പറഞ്ഞു. പിന്നെ കുറച്ച് മുന്നിലെത്തി നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും എല്ലാവരും എത്തി. ഈ വന്നതില് ഞാൻ അവരെ ശരിക്കും അറിയില്ലായിരുന്നു. വിൽസനാണ് 2 പേരെ വിൽസൺ അറിയാറുണ്ട്. ഒരാളെ വിൽസൺ അപ്പം അറിയിക്കൊണ്ടാണ്. അവരെന്തായാലും ഭയങ്കരമായി ഉപദ്രവിച്ചു. അപ്പൊ അത് പിന്നെ ഞങ്ങൾ ചെന്നതിന് ശേഷം ഉപദ്രവമുണ്ടായില്ല. ഞങ്ങളെല്ലാവരും കൂടി തടഞ്ഞു. പോലീസൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ മോശമായി പോയി. അപ്പൊ അതില് ശരിക്കും തന്നെ ഹെൽമെറ്റിലൂടെ കാണിച്ച് അപ്പോ അതിനെക്കുറിച്ച് ഈ സഭയ്ക്കുള്ള അടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അത് തെറ്റ് ആരുടെ ഭാഗത്തായാലും നിയമ നടപടി ഉണ്ടാകണം. ഈ വിഷയത്തിൽ നഗരസഭാ ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ.
പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.